ഇനി ഈ റമളാനിന് കുഴച്ചും പരത്തിയും അതുപോലെ തന്നെ സമൂസ ഷീറ്റും വാങ്ങി പൈസ കളയേണ്ട. അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള സമൂസ ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഫില്ലിങ്ങുമാണ്. ടേസ്റ്റി ആയിട്ടുള്ള ഈസി സിമ്പിൾ റെസിപ്പി ഇനി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. ഡയറ്റ് ശ്രദ്ധിക്കുന്നവർക്കൊക്കെ നല്ലൊരു അടിപൊളി ഓപ്ഷനും കൂടിയാണ്. എന്നാൽ ഇത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടിക്കോളട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി ഫുഡ് വ്ളോഗ്സും വീഡിയോസും എൻ്റെ ചാനലിലുണ്ട്. ഇതിനായിട്ട് നമ്മൾ മീഡിയം സൈസുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് സാധനത്തിൻ്റെ അളവും കൂട്ടട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിലേക്ക് കുറച്ച് വെജീസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാരണം നോമ്പാണെന്ന് വിചാരിച്ച് നമ്മളുടെ ബോഡിയിലേക്ക് വെജിറ്റബിൾസും കാര്യങ്ങളും അതുപോലെ തന്നെ എത്തണം. കാർബും പ്രോട്ടീനും എല്ലാം എത്തണമല്ലോ. അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ഇതിലേക്ക് വെജിറ്റബിളും അതുപോലെ തന്നെ പ്രോട്ടീനു വേണ്ടി നമ്മൾ ചിക്കനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മറ്റ് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുന്നതാണ്. പിന്നെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് കരിവേപ്പില ചെറുതായി മുറിച്ചിട്ടതും കൂടി ഉണ്ട്. ഞാൻ കുറഞ്ഞ അളവായതുകൊണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അളവിനനുസരിച്ചിട്ട് സാധനത്തിനനുസരിച്ചിട്ട് അളവ് കൂട്ടാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരുപാട് ഫ്ലേവേഴ്സ് യൂസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ നോമ്പാണ്, നെഞ്ചരിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാലയാണ്. പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ്, കുരുമുളക് പൊടിയാണ്. ഒരുപാട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെ ഇടുന്നില്ല. മഞ്ഞൾപ്പൊടി നമ്മൾ ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പിടുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഞാൻ വേവിച്ച് വെച്ച ചിക്കനാണ്. ചിക്കനിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ചതാണ്. അതുകൊണ്ട് ഉപ്പെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. പിന്നെ കുറച്ച് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി എടുക്കുന്നു. ടൊമാറ്റോ കെച്ചപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് തീ കത്തിക്കുക. നിങ്ങൾ ഏത് പാനാണ് യൂസ് ചെയ്യുന്നത് അത് എടുത്താൽ മതി. പിന്നെ അതിലേക്ക് സൺഫ്ലവർ ഓയിലോ നോർമൽ ഓയിലോ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അതെടുത്തിട്ട് കുറച്ച് ഓയിൽ എടുക്കാം. വളരെ കുറച്ച് എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നോർമൽ മസാല ഉണ്ടാക്കും പോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ റോ ആയിട്ടുള്ളത് തന്നെയാണ് എടുത്തത്. അതായത് ജസ്റ്റ് നന്നാക്കിയിട്ട് തൊലി കളഞ്ഞതാണ്. ഇനി നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാട്ടോ. അത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നമ്മൾ എത്രയാണ് എടുത്തിട്ടുള്ള ആ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് വാട്ടിയിട്ട് നമുക്കതിലേക്ക് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടട്ടോ. അപ്പോൾ ആ സമയത്ത് ഉപ്പിട്ടത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വാടി കിട്ടുന്നതായിരിക്കും. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ട് വന്നതിന് ശേഷം നമ്മുടെ വെജീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി ഇതിലേക്ക് ക്യാപ്സിക്കോ അല്ലെങ്കിൽ ബീൻസോ എന്താണോ ചേർക്കാൻ പറ്റുന്നത് അത് ചേർത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെജീസ് ഏതൊക്കെയാണോ അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് എരിവൊന്നും വേണ്ട, അതുകൊണ്ടാണ് മുളക് പൊടിയൊന്നും എടുക്കാത്തത്. പിന്നെ നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാലയും എല്ലാം ഒന്ന് ചേർന്ന് ബ്ലെൻഡായി വരുന്നത് വരെ മിക്സ് ചെയ്യട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും കേട്ടോ നമ്മുടെ മസാല ഉണ്ടാവുക. ഇനി നമുക്ക് വേണ്ടത് മൈദദോശയാണ്. മൈദദോശ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ 2 കപ്പ് മൈദയും പിന്നെ ഒരു പിഞ്ച് ഉപ്പും പിന്നെ നമ്മൾ അതിലേക്ക് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നോർമലി എങ്ങനെയാണോ മൈദദോശ ചെയ്തെടുക്കുന്നത് അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാനാണ്. ഒരു പാൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണ തടവിയതിന് ശേഷം നമുക്ക് മൈദദോശ ചുട്ടെടുക്കാം. നമ്മൾ നോർമലി ദോശയൊക്കെ ചുട്ടെടുക്കുന്നില്ലേ അതുപോലെ ചുട്ടെടുത്താൽ മതി. അധികം തിക്കാവരുത്. നല്ല ബാറ്റർ നല്ല ലൂസായിട്ടുണ്ടാവണം. അപ്പം നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടും. അധികം തിക്കായാൽ പൊരിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ദോശ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ദോശ ചുട്ടെടുക്കണം. അപ്പം ഞാൻ ഈ ഒരു ദോശ വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ സൈഡിൽ ഒരു കീറ് കൊടുക്കണം. നമ്മുടെ ദോശൻ്റെ ഒരു സൈഡിൽ കീറ് കൊടുത്തിട്ട് നമ്മുടെ സെമ്മൂസക്കൊക്കെ ചെയ്യൂലേ അതുപോലെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കണം. ഒരു ഭാഗത്ത് മസാല ഫില്ല് ചെയ്തിട്ട് അതിങ്ങനെ
മടക്കി കൊടുക്കണം. മടക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം, ദോശ അധികം ഇങ്ങനെ പൊടിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ദോശ ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇത് ചൂടോടായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒട്ടി ഒട്ടി കിട്ടുന്നുണ്ട്. നിങ്ങൾ ദോശ മൊത്തം ചുട്ട് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ടൈം എടുക്കും. ഞാൻ ഒന്ന് ചുട്ട് ഉണ്ടാക്കി അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ പെട്ടെന്ന് ഇങ്ങനെ അമർത്തുന്ന സമയത്ത് ഒട്ടി വരുന്നുണ്ട്. ഇനി ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മൈദ കൊണ്ട് ഇതാ ഇങ്ങനെ ഒരു മൈദമാവ് ഇങ്ങനെ കട്ടിയിൽ ചെയ്തെടുത്തിട്ട് അത് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുത്താലും മതി. നല്ല ചൂടോടാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടുന്നുണ്ട്, മാവിൻ്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെ ഇതാ നമ്മുടെ സ്ക്വയറിൽ സമൂസ രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള ദോശകളൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. മസാല വെക്കുക, എന്നിട്ട് കറക്റ്റായിട്ട് അതൊന്ന് മടക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. ചുടുന്നത് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് ആയി കിട്ടും. ദോശ മൊത്തം ചുട്ടെടുത്തിട്ടാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ കട്ടിയുള്ള മൈദമാവും കൂടി യൂസ് ചെയ്യേണ്ടി വരും. അല്ലാതെ നമ്മൾ ചുടുന്നു ഇങ്ങനെ മസാല വെക്കുന്നു അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് അമർന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ഈസി സിമ്പിളായിട്ടുള്ള സെമ്മൂസ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുത്താൽ മതി, ഡീപ്പ് ഫ്രൈ വേണ്ട. പിന്നെ മസാല ഒക്കെ പുറത്ത് പോവാതെയും കൂടി ശ്രദ്ധിക്കണം. തീ നന്നായിട്ട് ചൂടായതിന് ശേഷം ഓരോന്നായി ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിക്കണം, ഈ സമയത്തൊക്കെ കരിഞ്ഞു പോവാതിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ട് ശ്രദ്ധിച്ച് തീ കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഇഫ്താർ സ്നാക്സ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.